ആര്യനും ജിസേലും തമ്മിൽ നല്ല ലഹള അതിനകത്ത് നടക്കുന്നുണ്ട്. അവർ തമ്മിൽ നന്നായിട്ട് സെപ്പറേറ്റഡ് ആയി എന്ന് തോന്നുന്നു. അറിയത്തില്ല കൃത്യമായിട്ട്. ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആര്യനും ജിസേലും തമ്മിൽ തെറ്റാനുള്ള ഒരു കാരണം ദിയാസനയാണ്. ഇന്ന് എപ്പിസോഡിലേക്ക് കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലൈവിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത്. ജിസേലിനെ പറ്റി ദിയാസന പറയാതെ ആര്യനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആര്യനെ ഒന്ന് കുത്തിയിട്ടുണ്ട്. നീ +2 ഏതായിരുന്നു സബ്ജക്റ്റ് എടുത്തതെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരന് ഇങ്ങനെ ഒരു സബ്ജക്റ്റ്. അപ്പോൾ പിന്നെ അല്ലാതെ ഹ്യൂമാനിറ്റി ഒന്നും അല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അത്ര പോർഷനെ നമ്മളെ കാണിക്കുന്നുള്ളെങ്കിലും അവിടെ നല്ല ഡിസ്കഷൻ ജിസേലിനെ ബേസ് ചെയ്തിട്ട് ദിയാസന നടത്തിയിട്ടുണ്ട്. ദിയാസനയ്ക്ക് ആളുകളെ കുത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ നെഞ്ചി കുത്തി കൊടുക്കുന്ന സാധനമാണ് ആ പെണ്ണ്. അപ്പോൾ അതുപോലെ എന്തോ നന്നായിട്ടൊരു താങ്ങ് പാൽക്കുപ്പിക്കിട്ട് താങ്ങിയിട്ടുണ്ട്. ആ താങ്ങ് കറക്റ്റ് ജിസേലിന് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ജിസേലിൻ്റെ അടുത്ത് നീ തനിച്ച് നിന്ന് കളിക്കൂ എന്ന് ജിസേലിനോടും ആര്യനോടും ദിയാസന പറയുന്നുണ്ട്, ജാസ്മിനും പറയുന്നുണ്ട്. ഓൾമോസ്റ്റ് അവിടെ വന്ന മിക്കവാറും ആൾക്കാരൊക്കെ തന്നെ അവരോട് അത് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ തനിച്ച് നിന്ന് കളിക്കുന്നു. അപ്പോൾ തനിച്ചല്ലേ എന്നൊരു കൺഫ്യൂഷൻ വരെയാണ് ജിസേലിന് എല്ലാം കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ജിസേൽ അതിനകത്ത് കാണിക്കുന്ന നാടകങ്ങളല്ല, പുറത്തുള്ളവർക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി എന്ന് വരുന്ന ഓരോ ഫാമിലിയുടെയും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് ജിസേലിന് കാര്യം പിടിയിട്ടിട്ടുണ്ട്. ഇന്നത്തതിൽ അവർക്ക് സൂപ്പറായിട്ട് മനസ്സിലായിട്ടുണ്ട്. ദ റീസൺ ബിഹൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് അക്ബറിൻ്റെ ഫാമിലി വന്നിട്ട് ജിസേലിൻ്റെ അടുത്ത് അധികം ഇൻറ്റിമേറ്റ് ഒന്നും ആവുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്തു, പക്ഷേ കൂടുതൽ അങ്ങോട്ട് ഇടപഴകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് ജിസേലിനെ കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് ആര്യനും ജിസേലിനെയും വെച്ചിട്ട് തന്നെയാണെന്ന്. അതിൻ്റെ കൂടെ മറ്റവർ വന്നിട്ട് പാൽക്കുപ്പിയുടെ അടുത്ത് പറയുന്നുണ്ട്, എടാ ഇങ്ങനെയല്ല, മാറി സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ കളിക്കണമെന്ന്. അപ്പോൾ ഇതിനൊരു എക്സ്പ്ലനേഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ഡെസ്പായിരിക്കുന്ന ജിസേലിൻ്റെ അടുത്തേക്ക് ആര്യം ചെല്ലുമ്പോൾ ആര്യം പറയുന്നുണ്ട്, നമ്മളെ കുത്തിയതാണ്, അവൾ നല്ലപോലെ കുത്തിയതാണ്, ഇനി കുത്തിയാൽ ഞാൻ അവളെ തിരിച്ചു കുത്തും. അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ജിസേലിന് മനസ്സിലായി പുറത്തുള്ളവർക്ക് ഉള്ള അഭിപ്രായം ഡിഫറെൻ്റ് ആണ്. ഒരു കാരണവശാലും ഈവനുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മറ്റുള്ളവർ അതൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് അംഗീകരിക്കുന്നില്ല. അവനെ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ഫോം അത് കൃത്യമായിട്ട് അവളിലേക്ക് ഇന്ന് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇന്നത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവന്ന ഫുഡ് മട്ടൻ ബിരിയാണിക്ക് വേണ്ടി ഒരു ലഹള നടക്കുന്നുണ്ട്. അനു അത് വിളമ്പുകയാണ്. അനു വിളമ്പുന്നതിനിടയ്ക്ക് അവൻ്റെ അഹങ്കാരമാണല്ലോ, അനുവിനെ ഇൻസൾട്ട് ചെയ്യുക, അനുവിനെ ഇറിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് ഈ പാൽക്കുപ്പിയുടെ സ്ഥിര പരിപാടിയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ബെന്നിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. ബെന്നിയുടെ ഹസ്ബൻഡ് വന്നപ്പോൾ നിനക്ക് അസൂയ ഉണ്ടോ എന്ന ഫോമിൽ ഒരു ചോദ്യം ചോദിക്കും. നല്ല മുട്ടൻ സാധനം അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അനുമോള്. നിനക്ക് കല്യാണം കഴിക്കണ്ടേ, നിനക്ക് കല്യാണം കഴിച്ചാലേ നീ സംതൃപ്തനെ ആവുള്ളൂ. അങ്ങനത്തേക്ക് ഒരു ചീപ്പ് സാധനം അനുമോളുടെ തലയിലേക്ക് വെച്ച് കെട്ടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ അതിന് മറുപടി നീ കല്യാണം കഴിച്ചോ, നീ ഹാപ്പിയാണോ, അപ്പോൾ നീ ഹാപ്പി ആണെങ്കിൽ ഞാനും ഹാപ്പി തന്നെയാണ്, എന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട് എന്നൊക്കെ അനുമോൾ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. അത് നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഈ ഇറിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നല്ലൊരു പരിപാടിയല്ല, ചൊറിഞ്ഞ് വാങ്ങിക്കുക എന്നുള്ളത്. പക്ഷെ അത് കൃത്യമായിട്ടുള്ള മറുപടി അനു ഇന്നലെ കൊടുത്തതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇന്ന് പക്ഷെ അനു കുറച്ചങ്ങ് പൊട്ടിത്തെറിച്ചതിൻ്റെ റീസൺ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് അനുവാണ്. അനു കറക്റ്റായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരാൾക്ക് പക്ഷഭേദമൊന്നും കാണിക്കത്തില്ല. എല്ലാവർക്കും കൊടുക്കണം, എല്ലാവർക്കും കഴിക്കണം എന്നൊരു നിലയുള്ളവളാണ് അനു. അപ്പോൾ അത് വിളമ്പിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൈയിട്ട് വാരുകയാണ് ആര്യൻ കൈയിട്ട് വാരി അവനൊന്നും ചെയ്യാനൊക്കത്തില്ല. അവൻ അങ്ങനത്തെ ഒരു നാശം പിടിച്ചവനാണെന്നുള്ള ബോധ്യമുണ്ട്. പക്ഷേ ആര്യൻ്റെ തൊട്ട് പുറകെ വന്ന് ഷാനവാസ് കൈയിട്ട് വാരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹൈജീനിക് ഇല്ലായ്മ അല്ലെങ്കിൽ ആ ഒരു കടന്നുകയറ്റം, മറ്റുള്ളവർക്ക് വേണ്ടി കൺസേൺ ചെയ്യാതെ ഒരു വെപ്രാളം, അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ട് അനുമോൾ പോയിരുന്നു. ഭയങ്കര കരച്ചിലാണ്, ഭയങ്കര സങ്കടവും. അത് എനിക്ക് തോന്നിയത് ഷാനവാസിൻ്റെ ആ ഓവറായിട്ടുള്ള അതാണ്. പക്ഷേ ഷാനവാസ് അത് നന്നായിട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം അനീഷ് അനുവിൻ്റെ ഒപ്പം നിന്നു. നീ ചെയ്തത് തെറ്റാണെന്ന് ഷാനവാസിനോട് പറയണം. അപ്പോൾ ഷാനവാസ് ഒരു എക്സ്പ്ലനേഷൻ പോലെ ഞാൻ മാത്രമല്ലല്ലോ ആര്യം ചെയ്ത ഒരു കാര്യമൊന്നുമല്ല, ആര്യം ചെയ്തതല്ല, നീ ചെയ്തതാണ് ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് ഷാനവാസിനെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഷാനവാസ് നല്ല വിഷമത്തിലാണ്. കാരണം തിന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനീഷ് നിനക്ക് എങ്ങനെ ഇറങ്ങുന്നടാന്ന് ചോദിക്കുന്നത്. അതൊരു ഗ്രേറ്റ് ചോദ്യമാണ്. മറ്റുള്ളവർക്ക് കൊടുക്കാതെ തനിക്ക് മാത്രമായിട്ട് വാരി കൊണ്ടുവച്ച് തിന്നുന്നവർക്ക് ചോദിക്കാൻ പറ്റിയ ചോദ്യം. ഇത് ആര്യനോട് ചോദിച്ചാൽ ആര്യം ചിരിച്ചുകൊണ്ട് എനിക്ക് ഇറങ്ങുമെന്ന് പറയും. പക്ഷേ ഷാനവാസിൻ്റെ ഉള്ളിൽ ഭയങ്കര നന്മയുള്ളതുകൊണ്ട് അയാൾക്ക് നല്ല വിഷമായി. അയാൾ തിന്നാതെ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അനുവും തിന്നാതെ പോയിരിക്കുന്നു. അനുവിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. ആദില ഒരു വീഴ്ചയുണ്ട് ചാടി. അതിലയുടെ ആ ഒരു ദേഷ്യപ്പെടൽ, ധാർഷ്ട്യം, അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഊഹിച്ചെടുക്കാൻ പറ്റും. ഞാൻ അത്രയ്ക്കൊന്നും പോകുന്നില്ല, ന്യൂറയായിട്ടുള്ളത്. എനിവേ ഏതായാലും പിന്നീട് വന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നെവീൻ അതിനകത്ത് അവളുടെ ഫുഡിൽ വന്ന് കൈയിട്ട് വരുന്നുണ്ട്. അപ്പം അവളുടെ പ്രശ്നം ഹൈജീനിക്കോ കൈയിട്ട് വാരലോ ഒന്നുമല്ല, അനുസരണയില്ലാതെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ സമ്മതിക്കാതെ തനിക്ക് മാത്രം നേടണം എന്നുള്ള ആര്യൻ്റെ അതേ ലെവലിലേക്ക് ഷാനവാസ്
തൻ്റെ സഹോദര സാനിയനായ ഒരാൾ ഇങ്ങനെ ചെയ്യുന്നതിലുള്ള വിഷമം കൊണ്ടായിരിക്കാമെന്ന് തോന്നുന്നു. ഏതായാലും ഷാനവാസിനോട് അവൾക്ക് ഭയങ്കര ദേഷ്യം പോലെ മിണ്ടുന്നില്ല, അവരോട് സഹകരിക്കുന്നില്ല. അത് പിന്നെ ഗ്രാജുവലി ശരിയാവുമായിരിക്കാം. നമ്മൾ ഒരു അഭിപ്രായം പറയും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവരെല്ലാവരോടും ഒന്നിച്ച് വട്ടമേശ സമ്മേളനത്തിൽ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് കൃത്യമായൊരു അഭിപ്രായം അവരെ പറ്റി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് വസ്തുത. ഏതായാലും ആര്യൻ ഇത് ചെയ്തതിനെ പറ്റി ആര്യൻ ഇരുന്നുകൊണ്ട് ഞാൻ കാണിച്ച തെണ്ടിത്തരമാണ്, മോശമാണെന്ന് ആര്യൻ പറയുന്നുണ്ട്. ഷാനവാസ് അത് പറയുന്നില്ല. ആര്യൻ എടുത്തു, ഞാനും എടുത്തു എന്നാണ് പറയുന്നത്. അപ്പം നിവിനല്ല ഒനിൽ അവസരം മുതലാക്കിക്കൊണ്ടൊരു കളി കളിക്കുന്നുണ്ട്. ഇടയ്ക്കൂടെ ഒരു കുത്താണ് ആർക്ക്? ഷാനവാസിന്. നീ ചെറിയ കുട്ടിയാണ്, 23 വയസ്സേ ഉള്ളൂ, നീ അത് ചെയ്യുന്നത് കുഴപ്പമില്ല. അതെന്താ 21 വയസ്സുള്ള ഇള്ളാവാവയാണോ ആ പെണ്ണിൻ്റെ കൂടെ കട്ടിലിനകത്ത് കയറി കിടന്ന് ഉമ്മ വെച്ച് കളിക്കുന്നത്? അതാണോ ഇള്ളാവാവ? ഷാനവാസിന് ഇത്രയൊക്കെ വയസ്സുണ്ടായിട്ട് അയാൾക്ക് അങ്ങനെ ഒരു പെണ്ണുങ്ങളെ ഇടയ്ക്ക് ഇറക്കി കിടക്കണമെന്ന് തോന്നിയില്ലല്ലോ. എല്ലാ പെൺകുട്ടികളെയും പെങ്ങൾ കുട്ടികളായിട്ടല്ലേ അയാൾ കണക്കാക്കുന്നുള്ളൂ. അതാണ് വളർപ്പ് ദോഷം എന്ന് പറയുന്നത്. നമുക്ക് കൊച്ചു വെച്ചാണ് അത്രേ. ഒനിലിൻ്റെ ഓരോ ഡയലോഗ് കേട്ടാൽ ഒനിലിനെ കയറൂരി അടിക്കാൻ തോന്നും. അമ്മാതിരിയാണ് ഒനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞ ആര്യനെ കൺവിൻസ് ചെയ്യുമ്പോൾ ഇത്രയും പ്രായമുള്ള ഷാനവാസ് ഇത് ചെയ്യാൻ പാടില്ലെന്ന്. പക്ഷേ ആര്യൻ അങ്ങോട്ട് തിരിച്ച് പണി കൊടുക്കുകയാണ് ഒനിലുമായിട്ട് നല്ല ലഹളയാവുന്നു, നീ തെണ്ടിയാണെന്നും. പിന്നെ ആസ് യൂഷ്വൽ അവറ്റകളുടെ ഭാഷ അറിയാമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ തരികിട വർത്തമാനവും കല്ലെറിയലും തെറിയും ഒക്കെ ഉണ്ട് നല്ല പോലെ. അതൊക്കെ ബീപ് സൗണ്ടിൽ പുറത്തേക്ക് കേൾപ്പിക്കാൻ പറ്റാത്ത തക്കവണ്ണമുള്ള വഴക്ക് ഒനിലും ആര്യനും ഉണ്ടാക്കുന്നുണ്ട്. ലാസ്റ്റ് മിനിറ്റിലാണ് ഷാനവാസ് എൻട്രി ആവുന്നതും ഷാനവാസിൻ്റെ ഇവരുടെ കൂടെ ഇരുന്ന അക്ബർ ആര്യനെതിരെ ഒരു അക്ഷരം മിണ്ടുന്നില്ല. പക്ഷേ ഷാനവാസ് വന്നിട്ട് ആര്യനെ ഇൻസൾട്ട് ചെയ്യുന്നു. ഇടയ്ക്ക് വെച്ച് ആര്യൻ്റെ അടുത്ത് എന്തോ ഒന്ന് പറയുമ്പോൾ അതിൽ കയറി പിടിച്ച് അക്ബറിന് നല്ല കൊടുക്കുന്നുണ്ട് ഷാനവാസ്. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് കൈയിട്ട് വാരിയത് മോശം തന്നെയാണ്. എല്ലാവർക്കും തുല്യമായി പകുക്കുന്നതിനിടയിൽ ചാടി വീണു നിറയെ ഇരുത്തോണ്ട് പോകുന്നത് ശരിയായ ഒരു നടപടിയല്ല, ദേഷ്യം ഉണ്ടാക്കും, സ്വാഭാവികമാണ്. ആഹാരത്തിന് വേണ്ടി കണക്ക് പറയുമ്പം തിന്നാതിരിക്കാൻ തോന്നുകയും ചെയ്യും. അത് അനീഷിൻ്റെ ഭാഗത്തുനിന്നുള്ള തെറ്റ് തന്നെയാണ്. പക്ഷെ അങ്ങനെ കുത്തിയാൽ നോവും എന്നുള്ളത് കൊണ്ടാണ് അനീഷ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ആകെ മൊത്തത്തിൽ ഈ ഒരു ഇതിൽ ഷാനവാസ് ചെയ്ത ശരിയാണോ എന്ന് ചോദിച്ചാൽ തെറ്റ് തന്നെയാണ്. അങ്ങനെ പിച്ചു പറക്കി എടുക്കേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല. ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്. ഇപ്പം ഇങ്ങനൊരു ഗസ്റ്റുകൾ വരുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരും. അക്ബറിൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് മട്ടൻ ബിരിയാണി വന്നത്, പിന്നെ ദിയാസന കൊണ്ടുവന്നതാണ്. ആദില നൂറ അവരുടെ കൂട്ടത്തിലുള്ളവർക്ക് മട്ടൻ ബിരിയാണി ഇഷ്ടമുള്ളത് കൊണ്ടാണ്. പിന്നെ പോകുന്നതിന് മുമ്പ് അവർ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി തന്നെയാണ് കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം അതിനകത്ത് പ്രത്യേകിച്ച് കമൻസ് ഒന്നുമില്ല. പക്ഷെ പിച്ചു പറക്കി കൈയിട്ട് വാരി എടുത്തത് തെറ്റ് തന്നെയാണ് എന്ന് തന്നെയാണ് എൻ്റെയും പേഴ്സണൽ അഭിപ്രായം. ഏതായാലും അക്ബറിന് കിട്ടേണ്ട കിട്ടലുകൾ കൃത്യമായിട്ട് ഷാനവാസ് കൊടുക്കുന്നതായിട്ടാണ് മനസ്സിലായത്. അപ്പോൾ ആര്യനും ജിസേലും തമ്മിൽ പിന്നെ ബാത്റൂമിൽ വെച്ചൊരു വഴക്കുണ്ട്. അതെന്തിനാണെന്ന് അറിയത്തില്ല. ജിസേൽ വളരെ മോശമായിട്ട് പറയുമ്പോൾ ഞാൻ ഇനി മുതൽ അക്ബറിൻ്റെ കൂടെ കിടക്കുന്നുള്ളതെന്ന് പറഞ്ഞാൽ ആര്യൻ വന്ന് അക്ബറിനെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. അക്ബർ ആദ്യം പറയുന്നുണ്ട് നീ അങ്ങനെ മാറിക്കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നീ ചെയ്ത തെറ്റാണെന്ന് വരും, അതുകൊണ്ട് നീ അവളെ കൂടെ തന്നെ കിടന്നാൽ മതി എന്ന് പറയുമ്പോൾ അവന് താല്പര്യമില്ല എന്ന് പറയുന്നത് നല്ലൊരു ഡിസിഷനാണ്. അവർ പരസ്പരം മനസ്സിലാക്കി മാറി നിൽക്കുന്നതന്നെയാണ് നല്ലത്. പക്ഷേ ഇവർ തമ്മിൽ സംസാരിക്കുന്ന ഒരു സംസാരത്തിൽ ആര്യൻ പറയുന്നൊരു കാര്യമുണ്ട്, നീ നിൻ്റെ പ്ലേയും ഞാൻ എൻ്റെ പ്ലേയുമാണ് പ്ലേ ചെയ്യുന്നത്, നീ നോമിനേറ്റ് ചെയ്യുന്ന ആളെ ഞാൻ നോമിനേറ്റ് ചെയ്യത്തില്ലെന്ന്. ചുമ്മാ ശുദ്ധ നുണയാണ്. അവർ ഇറങ്ങിയതിന് ശേഷം അവർക്ക് ഇതൊന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതൊന്ന് അവർ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അതിൻ്റെ കാരണം എല്ലാ നോമിനേഷനിലും ആര്യൻ എന്ത് പറയണോ അത് തന്നെയാണ് ജിഷയിൽ പറയുന്നത്. അപ്പോൾ അവർ തമ്മിൽ നല്ല ലിങ്ക് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവർ തമ്മിൽ അങ്ങനെ തന്നെയാണ്. ഏതായാലും അവർ തമ്മിൽ തെറ്റിയാൽ നല്ലതാണ്. ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് ഒരാളോട് കരുതൽ ആയിരിക്കാം, കരുണ കാണിക്കാം എന്നതിനപ്പുറം അയാളുടെ സ്ലേവ് ആയിരിക്കുക എന്നുള്ളതല്ല. ആര്യൻ ഈ ഒരു വിഷയത്തിൽ സ്ലേവ് ആയിരുന്നു. കഴിഞ്ഞ ബിഗ് ബോസിൽ ജാസ്മിൻ്റെ സ്ലേവ് ആയിരുന്നു ഗബ്രി. അതുകൊണ്ട് രണ്ടുപേരുടെ ലൈഫ് നഷ്ടപ്പെട്ടു. നല്ല പ്ലേയേഴ്സ് ആയിരുന്നു രണ്ടുപേരും, ഗബ്രിയും അതെ ജാസ്മിനും അതെ നല്ല സൂപ്പർ പ്ലേയേഴ്സ് ആയിരുന്നു. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും നഷ്ടപ്പെട്ടതിൻ്റെ കാരണം ഒരാളെ സ്ലേവറി ആക്കി കൂടെ നിർത്താൻ ശ്രമിച്ചതിൻ്റെ പരിണിത ഫലമായിട്ടാണ്. ഏതായാലും രണ്ടും കൂടെ അടിച്ച് നല്ല രീതിയിൽ മുട്ട രീതിയിൽ അങ്ങ് പിണങ്ങിയിട്ടുണ്ട്. അതിന് കാരണക്കാരായത് ദിയാസനയുടെ കമൻ്റാണ്. ദിയാസന വന്നിട്ട് അവനോട് നീ എന്താ ഹ്യൂമാനിറ്റിയാണോ എടുത്തു വെച്ച് പഠിച്ചത് എന്ന ചോദ്യം ചോദിച്ച് കളിയാക്കുന്നിടത്ത് ജിഷേലിന് നന്നായിട്ട് മനസ്സിലായി. ഇതിൻ്റെ ഇടയ്ക്കുള്ള കുറേ ഭാഗങ്ങളൊക്കെ കട്ടായിട്ടുണ്ട്, നമ്മൾ അത്രയൊന്നും കണ്ടിട്ടുണ്ടാവത്തില്ല. നമ്മൾ കാണിക്കുന്നത് ഒരു പരിധി വരെയല്ലേ ഉള്ളൂ. ഞാൻ മുഴുക്കെ ഇരുന്ന് ലൈവ് കണ്ടതാണ്, ലൈവിലൊന്നും കൂടുതലൊന്നും കാണിക്കുന്നില്ല. പക്ഷേ ദിയാസന ശരിക്കും കളിയാക്കുന്നുണ്ട്. ദിയാസന പറഞ്ഞത് ശരിക്കും ഹേർട്ട് ചെയ്തിട്ടുണ്ട് പാൽക്കുപ്പിക്ക്. അത് അപ്പുറത്ത് പോയിന്നുകൊണ്ട് പറയണം ഇനി ഒരിക്കൽ കൂടെ എന്നെ കളിയാക്കി ഞാൻ എല്ലാം കൂടെ ശരിയാക്കും, തീർക്കും, കുറേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ഇടയ്ക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന നിർത്തി മലയാളത്തിൽ സംസാരിക്കുന്നു. അതായത് അവർ അത്രത്തോളം ഡീപ്പ് സെൻസിലേക്ക് പോയിരുന്നു ഈ സംസാരം എന്നുള്ളതാണ്. അത്രയും ഡീപ്പായിട്ട് അവർ തമ്മിൽ സംസാരിച്ച് അവർ തമ്മിലൊരു തീരുമാനം എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടും കൂടെ രാത്രി എന്തായെന്ന് എനിക്കറിയത്തില്ല, അത് ഞാൻ കണ്ടിട്ടില്ല.
രാത്രി ലൈവ് കാണുന്നതിന് മുമ്പെടുത്ത വീഡിയോ ആയതുകൊണ്ട് അതൊന്നും ഇതിനകത്ത് ഉണ്ടാകത്തില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ആര്യൻ പാൽക്കുപ്പിക്ക് കിട്ടേണ്ട മറുപടികൾ തന്നെയാണ് എല്ലായിടത്തു നിന്നും കിട്ടുന്നത്. അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നത് അവൻ നിർത്താറില്ല. പക്ഷേ ഇന്ന് അനീഷും ബാക്കിയുള്ളവരും ഒക്കെ തന്നെ ആര്യന് എഗൻസ്റ്റ് ആയിരുന്നു. ആര്യന് കിട്ടേണ്ട അടിയും കുത്തും ഒക്കെ ഷാനവാസും കൂടെ കയറി അതിനകത്ത് കളിച്ചത് കൊണ്ട് അയാൾക്കും കൂടെ കിട്ടി എന്നുള്ളത് മാത്രമാണ്. ആകെ മൊത്തത്തിൽ അനുമോളെ കരയിക്കാൻ ഷാനവാസിന് സാധിച്ചു ഇന്ന് എന്നുള്ളതാണ്. ആര്യനേക്കാൾ ഉപരി ഷാനവാസ് കൈയിട്ട് വാരിയതിനാണ് അനു കൊച്ചെന്ന് ഒരുപാട് കരഞ്ഞതെന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം, തിരുവനന്തപുരം സ്വദേശിയായ അനുമോളെ ഞാൻ PR വർക്ക് നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് കമൻസ് കണ്ടു. ഒരാളുടെ PR ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് അടിസ്ഥാനത്തിൽ അവർക്ക് പറയുന്ന പബ്ലിക് റിലേഷൻ, അയാളുടെ പബ്ലിക് റിലേഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് അവർ പേയ്മെൻ്റ് ഒന്നും തന്നിട്ടില്ല, പക്ഷേ എനിക്ക് അവരെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ആ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡും അവളുടെ ഭംഗിയും അവളുടെ ആ രീതികളും അവൾ വളർന്ന സാഹചര്യങ്ങളും പിന്നെ തിരുവനന്തപുരംകാരിയാണെന്നുള്ള ഒരു റെസ്പെക്റ്റ് എനിക്ക് അവളോടുണ്ട്. അത് തന്നെയാണ് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നത്. അവൾ അതിനകത്ത് എന്ത് കാണുന്നോ അതാണ് പറയുന്നത്. പിന്നെ അനുമോൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാലേ നിങ്ങളത് വിശ്വസിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടിക്ക് എന്നെ പ്രതീക്ഷിക്കുക പോലും വേണ്ട. തെറ്റെന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും. ഇന്നത്തെ അവളുടെ കരച്ചിൽ ആപ്റ്റായിരുന്നു. അവൾ കരഞ്ഞത് സൂപ്പറായിരുന്നു. ഒരു പക്ഷേ സ്ക്രീൻ സ്പേസിനായിരിക്കും എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാമായിരിക്കാം. എനിക്കങ്ങനെ തോന്നിയില്ല. അത് സ്ക്രീൻ സ്പേസ് അല്ലായിരുന്നു. അവൾ വല്ലാണ്ട് ഫെഡപ്പ് ആയിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കയറി അത് കുളമാക്കിയാൽ അങ്ങനെ സ്വാഭാവികമായിട്ട് ഫെഡപ്പ് ആവാൻ ചാൻസസ് അതെ. അപ്പോൾ അതാണ് ഇന്ന് കണ്ടിട്ടുള്ളത്. ഇനി നിങ്ങൾ എന്നെ PR എന്ന് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല. നന്ദി, താങ്ക് യു. അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക.